രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗ് ഇത് ചെയ്യുന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു. മുഹമ്മദ് ഹാജി സാഹിബ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാമായിരുന്നു. പാർട്ടിയെ അഗാധമായി സ്നേഹിച്ചിരുന്നു. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. എത്രത്തോളം എന്നാൽ പാർട്ടിയുടെ പത്രം ചന്ദ്രിക അത് ക്ഷീണിക്കരുത് എന്ന് വിചാരിച്ച് ഇത്രത്തോളം സ്വന്തം നിലയിൽ ത്യാഗം ചെയ്ത് അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് വളരെ കുറവായിരിക്കും. എനിക്കറിയുന്ന സന്ദർഭങ്ങളുണ്ട്. ചന്ദ്രിക സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോഴൊക്കെ ഒരു കൂട്ടം ചേർന്നിട്ടല്ല, ഒരൊറ്റ ആൾ ചന്ദ്രികയെ നിലനിർത്താൻ ആരും അറിയാതെ, ഒച്ചപ്പാടും പ്രശസ്തിയുമില്ലാതെ, സ്റ്റേജുകളിൽ വെച്ച് മാല വാങ്ങാതെ, ഷാളുകൾ അണിയിക്കപ്പെടാതെ, സ്വീകരണങ്ങളിൽ പോയിരുന്ന് പറയുന്ന നല്ല വാക്കുകൾ കേൾക്കാൻ ഇടയില്ലാതെ സ്വകാര്യമായി പാർട്ടിയുടെ മുഖപത്രത്തെ നിലനിർത്താൻ വേണ്ടി പാർട്ടി നേതാക്കന്മാർ ആവശ്യപ്പെട്ടപ്പോഴും ആവശ്യപ്പെടാതിരുന്നപ്പോഴും അതിനെ സഹായിച്ച് ഒരു തൂണായി ചന്ദ്രികക്ക് നിലകൊണ്ട, ചന്ദ്രികയുടെ ഭദ്രതയുടെ സംവിധാനത്തിൻ്റെ ചെറുതല്ല ചന്ദ്രിക, KMC സാഹിബ് തുടക്കം കുറിച്ച ചന്ദ്രിക, അതിന് പകരം മറ്റൊരു പത്രമില്ല. ആ പത്രം അത് ഏത് കാലത്തും ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വരമാണ്, ശബ്ദമാണ്. ഞാനൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾക്കും പാർട്ടിക്ക് ഫണ്ടുകളൊക്കെ സ്വരൂപിക്കാൻ കഴിയാറുണ്ട്. നേതാക്കന്മാരുമായിട്ട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങളൊക്കെ. പക്ഷേ ചന്ദ്രികയുടെ കാര്യം വരുമ്പോൾ നമുക്കെന്താണ് ഈ ബുദ്ധിമുട്ടുകൾ എന്ന് ചിലപ്പോഴൊക്കെ ചോദിച്ചു പോകാറുണ്ട്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, മറ്റുള്ളതിനൊക്കെ വേണ്ടി മുടക്കുന്നതിനേക്കാൾ കൂടുതൽ അതൊക്കെ കൊണ്ടുവന്ന് ചന്ദ്രികക്ക് മുടക്കണം, അതാണ് ഏറ്റവും വലിയ കർമ്മം, ധർമ്മം എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ ഒരു വലിയ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം, പല സന്ദർഭങ്ങളിലും അദ്ദേഹം താങ്ങായി നിലകൊണ്ടു, തൂണായി നിലകൊണ്ടു. അങ്ങനെയുള്ള ഒരു മുസ്ലിം ലീഗ് പാർട്ടിയെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ച ഒരു മനുഷ്യനെ ഓർക്കുമ്പോൾ, പാർട്ടിയുടെ ഒരു നേതാവിനെ ഓർക്കുമ്പോൾ, പാർട്ടി ആ ചടങ്ങിനെ ഒരു സ്നേഹവായ്പോടുകൂടി കാണുന്നുവെന്നുള്ളത് പാർട്ടി പ്രവർത്തകർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന കാര്യമാണ്. 5 വർഷം കഴിഞ്ഞു പോയിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും നാം കേട്ടതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് മുഹമ്മദ് ഹാജിയുടെ രൂപമോ ആ പുഞ്ചിരിയോ ആ സ്വഭാവ മഹിമയോ ആ പെരുമാറ്റങ്ങളോ ഒന്നും തന്നെ മറഞ്ഞു പോയിട്ടില്ല.